Hello guys, I'm a final year BMS student. Welcome to another study vlog video. സോ ഇന്ന് മൺഡേ ആണ്, ബട്ട് മഴയുടെ അവധി ആയതുകൊണ്ട് എറണാകുളത്ത് കളക്ടർ അവധി പറഞ്ഞേക്കുവാണ്. സോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഗോതമ്പ് ദോശയും കടലക്കറിയായിരുന്നു. പക്ഷേ ബേസിക്കലി എനിക്കത് അത്ര ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ വിശക്കുന്നുണ്ട്, ഞാനത് കഴിച്ചു. പിന്നെ ഞാൻ ഓർത്തു ഈ ടേബിളൊക്കെ ഭയങ്കര അലങ്കോലമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും നീറ്റായിട്ടുള്ള മൈൻഡോടെ പഠിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ഓർത്തു ഈ ടേബിളൊക്കെ ഒന്ന് നീറ്റാക്കിയതിന് ശേഷം പഠിക്കാനിരിക്കുകയാണ്. ചെറിയ ടേബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യമുള്ള ടെക്സ്റ്റ് ബുക്സ് മാത്രമേ വെക്കുന്നുള്ളൂ. നോട്ട്സും കാര്യങ്ങളൊക്കെ അപ്പുറത്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തോന്നി, കാരണം ഞാൻ കുളിച്ച് വന്നിട്ടാണ് നേരെ ഇത് ചെയ്തത്. അപ്പോൾ ഞാനൊരു ക്രീം ഇടുവാണ്. ഇത് ഒരു നൈറ്റ് ക്രീമാണ്, ബട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എങ്ങോട്ട് പോകാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു, മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഞാനൊരു ലിപ് ബാം ഇട്ടു, പിന്നെ ബോഡി ലോഷൻ ബെല്ലാവിറ്റയുടെ ആണ്, അതും ഇട്ടു. അത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. പഠിക്കാൻ ഞാൻ ആദ്യമേ ഓർത്തു ടെക്സ്റ്റൊക്കെ വെച്ച് ടെക്സ്റ്റിലിരുന്ന് പഠിക്കാമെന്ന്. പിന്നെ ടെക്സ്റ്റ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ സിലബസ് മൂവ് ചെയ്യില്ല. നമ്മൾ ഇങ്ങനെ ടെക്സ്റ്റിലെല്ലാം ഇല്ല, ഇവിടുന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്, സെയിം ഓർഡറിലല്ല. അപ്പോൾ ഞാൻ ഓർത്തു സിലബസ് എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ ആയിട്ട് ഒരു ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടോപ്പിക്കിലെ സിലബസ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പം അത് എഴുതി വെച്ചിട്ട് ഫസ്റ്റ് അത് തീർത്തതിന് ശേഷം ഞാൻ അടുത്തത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇത് പഞ്ചകർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതായത് ആയുർവേദത്തിൽ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ളത് ഈ പഞ്ചകർമ്മേനെ കുറിച്ചൊക്കെ ആയിരിക്കും. ഈ അഭ്യംഗം, അതായത് നമ്മൾ മസാജ്, വേറെയും കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെനിക്കറിയില്ല. അങ്ങനത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു ബ്രാഞ്ചാണ് നമ്മൾ ഫൈനൽ ഇയർ പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ടോപ്പിക്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ചൊക്കെ പഠിച്ചപ്പോഴത്തേനും ആ ടോപ്പിക്ക് എനിക്ക് മടുത്തു. അപ്പം ഞാൻ അടുത്ത ടോപ്പിക്ക് എടുത്തിട്ട് അതിൻ്റെ സബ് ടോപ്പിക്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ അത് പഠിക്കാൻ വേണ്ടിയിരുന്നു. ഇതെനിക്ക് എല്ലാത്തിനും PPT ഇല്ല. ചില ടീച്ചേഴ്സൊന്നും നമുക്ക് PPTs പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ നോട്ട്സ് എഴുതിയിട്ടാണ് പഠിക്കുന്നത്. നോട്ട്സ് എഴുതാൻ നമുക്ക് അത്ര സമയം കിട്ടില്ല. ലെക്ചർ നോട്ട് എഴുതിയെടുക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം അവർ കുറച്ചുകൂടി ഫാസ്റ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെക്ചർ നോട്ട് അതിൻ്റെ കൂടെ രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഒന്നെങ്കിൽ നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാനേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് നോട്ട്സ് എഴുതാനേ പറ്റുള്ളൂ. രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് പറ്റത്തില്ല. സോ പറ്റുന്നത് എഴുതിയെടുക്കും, പറ്റാത്തത് നമ്മൾ റെഫറൻസ് എഴുതി വന്നിട്ട് പിന്നെ വേറെയുള്ള ക്ലാസിക്കൽ ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മൾ എഴുതിയെടുക്കും. അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു, ടൊമാറ്റോ റൈസ് ആയിരുന്നു. പിന്നെ ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, കാരണം രാവിലെ ഒന്നും മഴയില്ലായിരുന്നു, ഇപ്പോഴാണ് ഇച്ചിരി മഴ പെയ്തത്. പിന്നെ ഞാൻ ഓർത്തു ഒരു ടൈമറൊക്കെ വെച്ചിട്ട് പഠിക്കാമെന്ന്, കാരണം ഞാൻ ഭയങ്കര ലാവിഷായിട്ട് ടൈം യൂസ് ചെയ്തിട്ട് പയ്യെ ആയിരുന്നു പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഇന്നൊന്നും തീരില്ല എന്ന് തോന്നിയപ്പം ഞാൻ ഓർത്തു ടൈമർ എടുത്ത് പഠിക്കാമെന്ന്. ആൻഡ് ഇതൊക്കെ ശ്ലോകമായതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സെപ്റ്റോയിൽ പാഡും മൊസമ്പിയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഓർഡർ വന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പിന്നെ ഇരുന്ന് പഠിക്കാൻ നേരത്താണ് അറിഞ്ഞത് നാളെയും അവധിയാണ്. അപ്പോൾ ഇന്നും പഠിച്ചിട്ട് കാര്യം